പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് കൂടുതൽ വേണ്ടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ട്രേസി മോൾ മത്തായി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഫ്രം മൈൻഡ് ബ്യൂട്ടി. ലെറ്റ് അവർ മൈൻഡ് ഷൈൻ. ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്, ആരും ശരിയല്ല, എന്തിനെ വിശ്വസിക്കുന്നറിയില്ല, ഇതുപോലെയുള്ള കോൺവെർസേഷൻ സാധാരണ ആൾക്കാർ സംസാരിക്കുമ്പം കേട്ടുവരുന്ന വളരെ സാധാരണമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത്. ലോകം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ബിക്കോസ് ചേഞ്ച് ഇസ് ദ ഓൺലി പെർമനന്റ് തിങ്. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേഞ്ച്, ആ മാറ്റത്തിന്റെ വേഗത വളരെയധികം കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നും പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു മാറ്റം വന്നത് എന്താണെന്ന് മനസ്സിലാക്കാത്ത സമയത്ത് തന്നെ പല മാറ്റങ്ങളെല്ലാം കൂടി വന്നിട്ട് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഉണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളിപ്പം 70s, 80s and 90s കിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ റൈറ്റിങ്സും വീഡിയോസും എല്ലാം കണ്ടിട്ടില്ലേ? അതിന്റെ നൊസ്റ്റാൾജിയ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ഓരോ കാലഘട്ടം, അതായത് ഇപ്പം റേഡിയോ, TV, അല്ലെങ്കിൽ ടെലിഫോൺ, അങ്ങനെയുള്ള സമയത്ത് നിന്നും കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ ഇങ്ങനെ ഇപ്പൊ വന്ന് നിൽക്കുന്നത് AI-യുടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എക്സ്പ്ലോറേഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം വന്ന് ഒരു 2000-ന് ശേഷം ഈ മാറ്റത്തിന്റെ സ്പീഡ് കൂടാൻ തുടങ്ങി. അപ്പൊ ഈ മാറ്റത്തിന്റെ സ്പീഡ് ഇപ്പം വന്ന് വളരെ സ്പീഡായി അത് പ്രോസസ്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. റാപ്പിഡ് ആയിട്ടുള്ള ഈ ചേഞ്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് വരികയും ചെയ്യുന്നു എന്നുള്ളപ്പം അതിന്റെ ചില ആസ്പെക്ട്സ് എന്നാണ്. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഓവർലോഡിങ് ആണ്. നമ്മൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഒരുമിച്ച് വന്നിട്ട് നമുക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഡൈനിങ് ടേബിളിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരു 20 ഫ്രൂട്ട്സ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുവന്ന് നിരത്തിയിരിക്കുന്നു. ടേസ്റ്റും എല്ലാം കാണാനും എല്ലാം ഭംഗിയുള്ള കുറച്ച് ഫ്രൂട്ട്സ്. ഈ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ ആ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്യുന്നു. ടേസ്റ്റ് ചെയ്തിട്ട് നമ്മളോട് അടുത്ത ദിവസം പറയാണ് അതിൽ നിന്ന് ഒരു 5 എണ്ണം പിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആ പാർട്ടിയിലേക്ക് നിങ്ങൾക്ക് എടുക്കാം എന്നുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ 5 എണ്ണം ചൂസ് ചെയ്യും? നമുക്ക് എത്രമാത്രം അതിന്റെ ഓരോന്നിന്റെയും ടേസ്റ്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. രണ്ടാമത്തത് ടോൾ ഓൺ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി എന്നുള്ളതാണ്. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന കാര്യത്തിനുള്ള ചാലഞ്ച്, ബുദ്ധിമുട്ട്. അതായത് ഇപ്പം ഞാൻ ഒരു ബുട്ടീക്കിൽ പോയി, ഓണർ സെലക്ഷന് വളരെയധികം സ്കില്ലായിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് ഒരു ഡ്രസ്സാണ് ചൂസ് ചെയ്യേണ്ടത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഡ്രസ്സസിൽ ഒരു 8 എണ്ണമെങ്കിലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഒരെണ്ണം ചൂസ് ചെയ്യണം. അപ്പൊ ഞാൻ അത് ചൂസ് ചെയ്യാൻ ഞാൻ പെട്ട പാട്, ഒന്നെടുക്കുമ്പോൾ മറ്റേതെനിക്ക് നഷ്ടപ്പെടും, മറ്റേതെടുക്കുമ്പോൾ അതും എനിക്ക് വേണം എന്നുള്ള രീതി. പക്ഷെ എനിക്ക് ഒരെണ്ണം മതി, എല്ലാം കൂടി മേടിച്ചിട്ട് എനിക്ക് കാര്യമില്ല, അതെനിക്ക് വേസ്റ്റുമാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നൊന്ന് ചൂസ് ചെയ്യാനുള്ള ഈ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, ഇങ്ങനെ ഒരു ഓവർ ക്രൗഡിങ് വരുമ്പം അത് ഒരു ബുദ്ധിമുട്ട് എന്നുള്ളതാണ്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോസിങ് ടു ഫേക്ക് ആൻഡ് റിയൽ ന്യൂസ് സൈമൾട്ടേനിയസ്ലി, ഓരോ സമയത്തും ആൻഡ് ഇടയ്ക്കിടയ്ക്ക് റാൻഡംലി. അതായത് നമ്മൾ കാണുന്ന ന്യൂസ്, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങള് അത് ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. അതിൽ ഫേക്ക് ഉണ്ടാവും, റിയൽ ഉണ്ടാവും, മിക്സ് ചെയ്തിട്ടും കാണിക്കും, റാൻഡം ആയിട്ടും കാണിക്കും, ഒരേ സമയത്തും കാണിക്കും. ഈ ഒരു കാര്യം പ്രോസസ്സ് ചെയ്യാൻ നമ്മുടെ ബ്രെയിനിന് തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഏതാണ് ഫേക്ക്, ഏതാണ് റിയൽ എന്നുള്ള ഒരു കാര്യമുണ്ട്. അടുത്തത് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഇവാലുവേഷൻസ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു നിലപാടുകൾ ഉണ്ടാക്കുക, നമ്മൾ നടന്ന ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ട്, നടന്ന ഒരു കാര്യത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ഒരു ഇവാലുവേഷൻ ഉണ്ടാക്കാൻ, ഇത് അങ്ങനെയാണ്, അതുകൊണ്ടാണ് അത് അങ്ങനെ, ഇതുകൊണ്ടാണ് ഇത് ഇങ്ങനെ. അപ്പൊ അതിന് ബേസ് ചെയ്ത് അടുത്ത മൂവ് നമ്മൾ ചെയ്യാൻ നോക്കുന്നു. ഇതിനെല്ലാം അഫക്റ്റ് ചെയ്യുന്നു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റിയൽ ആണെന്ന് വിചാരിച്ച് ഒരു കാര്യത്തെ
കാര്യത്തിനെ ബേസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ്, ഒബ്സർവേഷൻ, ജഡ്ജ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കും. അപ്പോഴായിരിക്കും അത് റിയൽ അല്ലെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ ചിലപ്പോൾ അത് ജഡ്ജ്മെന്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത് റിയൽ ആണെന്ന് വിചാരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ വളരെയധികം കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അതിന്റെ ഒരു ഓബ്ജക്റ്റിവിറ്റി, വസ്തുനിഷ്ഠമായ കാര്യം മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പൊ ഒരു ബുക്ക് ഷെൽഫ്, നമ്മൾ ഒരു പഴയ ബുക്ക് ഷെൽഫ്, അതിൽ നിന്ന് വേണ്ട ബുക്കുകളും ആവശ്യമില്ലാത്ത ബുക്കുകളും അത്ര ക്വാളിറ്റി ഇല്ലാത്തതെല്ലാം മാറ്റി നല്ല ബുക്കുകൾ, വാല്യൂ ഉള്ള ബുക്കുകൾ മാത്രം എടുത്ത് സ്റ്റാക്ക് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു രീതിക്ക് ഏതാണ് വാല്യുബിൾ ആയിട്ടുള്ളത്, ഏതാണ് നമുക്ക് ആവശ്യം വരുന്നത്, ആവശ്യം വരാത്തത് എന്ന് ഒരു കൺഫ്യൂഷൻ കൂടുതലുള്ള ഒരു രീതിയാണ്. ഇപ്പൊ ബുക്ക് ഷെൽഫ് അറേഞ്ച് ചെയ്യുന്നത് പോലും ബുദ്ധിമുട്ടിലേക്ക് വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ അതാണ് അടുത്ത ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞത്. അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അലാമിംഗ് റേറ്റ് ഓഫ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആൻഡ് മാനിപ്പുലേഷൻസ് എന്നുള്ളതാണ്. അതായത് ഉഡായിപ്പുകൾ എന്നൊക്കെ പറയില്ലേ, ഓരോ കാര്യങ്ങൾ കെട്ടിച്ചമച്ച് കൺഫ്യൂസ് ചെയ്യാനുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പം മണി ചെയിൻ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഏത് സോഷ്യൽ, പൊളിറ്റിക്കൽ, ഫാമിലിയൽ സിറ്റുവേഷൻസിലെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എന്താണ് നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വളരെ അട്രാക്റ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, അതിൽ ഈയാമ്പാറ്റകളെ പോലെ ചെന്ന് വീണു കൊടുക്കുന്നു. അങ്ങനെ കുറെ മണി ചെയിനൊക്കെ കുറെ പറ്റിയിട്ടുണ്ടല്ലോ. അതുപോലെ അതായത് ഇപ്പം ആടിനെ പട്ടിയാക്കുന്നു, പട്ടിയെ പേപ്പട്ടിയാക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെയുള്ള കാര്യങ്ങളും കൂടുതൽ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങയില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. ആ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഫോം ചെയ്യാമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. ആ പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലേ ഇങ്ങനെയുള്ള കലങ്ങി മറിഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ്. ബിക്കോസ് ഹാപ്പിനെസ് ഈസ് അവർ ബർത്ത് റൈറ്റ്. മൈൻഡ് ബ്യൂട്ടി സെക്കൻഡ് പാർട്ടുമായി അടുത്ത എപ്പിസോഡിൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.